തങ്കു തങ്കു തങ്കുവേ, എങ്ങോട്ടാടാ നീ പോന്നെ? നിന്റെ തങ്കു എങ്ങോട്ടാ പോന്നെ? തക്കട് കേടാ. പാല് കുടിച്ചോ? ഒറ്റയ്ക്ക് കളിക്കുവാന്നോ? ആണോ? വിളിക്കോ? ആരാ ഫോൺ വിളിക്കണം? ഹലോ ഹലോ. ആ, എത്ര നാളായി ഒന്ന് വിളിച്ചിട്ട്. നമ്മളെയൊക്കെ മറന്നാ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ആ, കെട്ടിയവന്റെ വീട്ടിലോ? നമ്മളൊക്കെ കെട്ടിയവന്റെ വീട്ടിലല്ലോ, പിന്നെ ആരെ വീട്ടിലാ ഇരിക്കണ്ടേ? പിന്നെ സുഖല്ലേ? ഏയ് മഴയില്ല, നല്ല ചൂടാ, കരണ്ടും ഇല്ല. ഇപ്പം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. കുറ്റം പറയേ. ഇവിടെ പണിയെല്ലാം കഴിഞ്ഞു. ആരാ? അമ്മ സഹായിക്കുവാന്നാ? അവരൊക്കെ കുറെ പണി എടുത്തിട്ടുള്ളതല്ലേ. എന്താ ഇപ്പൊ അത്ര പണിയൊന്നും ഇല്ലല്ലോ. തുണി നനയ്ക്കണം, പാത്രം കഴുകണം, പിന്നെന്താ ഭക്ഷണം വയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ. നല്ല അമ്മയാ. ആ, അമ്മയെ പോലെ തന്നെ. അവിടെയാ? അമ്മായിമ്മ പോരോ? അതെല്ലാ വീട്ടിലുള്ളതല്ലേ. കുറ്റം പറയേ. ആ, ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ആ, സ്പെഷ്യലോ? ബിരിയാണി വെച്ച് തരാം. ആ, വിളിച്ചിട്ട് വരണേ. ആ, ഏട്ടൻ അടുത്ത മാസം ഗൾഫിൽ നിന്ന് വരും. ഒരു വർഷമായി പോയിട്ട്. അടുത്ത മാസം വരാന്നോ? അപ്പൊ എല്ലാരും കാണാലോ. ഓ, ആ ആ ആര് സംസാരിക്കുന്നു നോക്കട്ടെ. ആരോടാ അമ്മ സംസാരിക്കണേ? ചായ ഇടട്ടെ അമ്മേ. മകളാ, അവൾ എന്തൊക്കെയോ അടുക്കളയിൽ വെച്ചുണ്ടാക്കും. ഒറ്റ സാധനം വായിൽ വെക്കാൻ കൊള്ളില്ല. എൻ്റെ മകൻ ഗൾഫിലല്ലേ, പരമസുഖമല്ലേ അവൾക്ക്. നേരവും ഫോണിലൊക്കെ ആരോടൊക്കെയോ മിണ്ടിയും പറഞ്ഞിരിക്കും. ഇതാണ് മനസ്സിലിരിപ്പ്. ശരിയാക്കി കൊടുക്കാം. അമ്മേ, എന്താ മോളെ? ഇങ്ങോട്ടൊന്ന് വന്നേ അമ്മേ. അതാ വരുന്നു. വരുന്നുണ്ട്. ഇപ്പം ശരിയായി കൊടുക്കാം. എന്നോടാ കളി. പറയേ. ആരാ? ഇവിടുത്തെ അമ്മായിയമ്മയാ? മഹാഭാവം. തങ്കു, ഒന്നും മിണ്ടായിരിക്കേ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മൾ മാറിക്കഴിഞ്ഞാലോ, നാട്ടുകാരോടൊക്കെ നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. എന്തില്ല ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ഏയ്, വീട്ടിലൊരൊറ്റ പണിയെടുക്കില്ല. എല്ലാം ഞാനല്ലേ ചെയ്യണേ. ആ, അവിടുത്തെ അമ്മായിമ്മ എങ്ങനെയാ? എന്തല്ലേ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ. ഓ, പോയി. എന്തെങ്കിലും പറയാനാണെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആ, ശരിയപ്പോ അടുത്ത മാസം കാണാം.
ആ ശരി. ആ എല്ലാവരും നല്ലവരാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികളാണ് നമ്മളിൽ പ്രതികാരം ചെയ്യാൻ തോന്നിപ്പിക്കുന്നത്. ശരിയല്ലേ? ഒരു ലൈക്ക് മറക്കല്ലേ.